ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ കേടെറ്റ് എക്സാമിൻ്റെ കാറ്റഗറി 3 പാർട്ട് 2 ഭാഗത്ത് വരുന്ന ഇംഗ്ലീഷ് പേപ്പറിലെ ക്വസ്റ്റ്യൻസുകളാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കേടെറ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. കേടെറ്റ് കാറ്റഗറി 3ക്ക് പ്രിപ്പയർ ചെയ്യുന്ന മാത്സിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളുടെ കേടെറ്റ് മാത്തമാറ്റിക്സ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ, അതേപോലെ തന്നെ കേടെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ, ഒരുപാട് മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പ്ലേലിസ്റ്റ്, അതേപോലെ കാറ്റഗറി 3 പാർട്ട് 2 ഇംഗ്ലീഷ് മലയാളം ഇതിൻ്റെ പ്ലേലിസ്റ്റ്, സൈക്കോളജിയുടെ പ്ലേലിസ്റ്റ്, ഇതെല്ലാം നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മുടെ എൻഡ് സ്ക്രീനിലും 2-3 പ്ലേലിസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി ക്വാളിഫൈ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് 2024 ഏപ്രിൽ, അതായത് ഏപ്രിൽ കഴിഞ്ഞിട്ട് നവംബറിൽ ഒരു എക്സാം കൂടി ഉണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നവംബറിൽ കഴിഞ്ഞ എക്സാമിൻ്റെ ഇപ്പോൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ എക്സാമിൻ്റെ അതിൻ്റെ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണത്. 2024 കാറ്റഗറി 3 പാർട്ട് 2 ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള ഒരു 10 ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ഈ മലയാളം ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ 10 ക്വസ്റ്റ്യൻസുകൾ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാസേജ്, ഇപ്പോൾ ഇവിടെ എങ്ങനെ ചോദിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാസേജ് നമുക്ക് തരും. ആ പാസേജ് ഞാനിവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പാസേജ് തരും. ആ പാസേജ് ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ 10 ക്വസ്റ്റ്യൻസുകൾ കിടക്കുന്നത്. മലയാളം ആണെന്നുണ്ടെങ്കിൽ 5 എന്ന് പറയുന്ന 2 സെക്ഷനായിട്ടാണ് അവർ ചോദിക്കാറുള്ളത് മലയാളത്തിൽ. അതായത് ഫസ്റ്റ് 5 ക്വസ്റ്റ്യനുകൾ ഒരു പാസേജിൽ നിന്നും, അടുത്ത 5 ക്വസ്റ്റ്യനുകൾ ഒരു കവിതാ സമാഹാരത്തിൽ നിന്നുമായിരിക്കും ചോദിക്കുന്നത് മലയാളത്തിൽ. ഓക്കെ, അത് മലയാളത്തിൽ ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഫസ്റ്റത്തെ 10 ചോദ്യങ്ങൾ, മൊത്തം 30 ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് ഉണ്ടാവുക. അതായത് ഫസ്റ്റത്തെ 40 ചോദ്യം അഡോളസൻസ് സൈക്കോളജിയാണ്. 41 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. 41 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങൾ, 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 10 എണ്ണം പാസേജ് ആണ്, അഥവാ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ചെയ്യാനുള്ളതാണ്. ബാക്കി 10 ആയിട്ട് 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം, പാസേജ് അല്ലാത്തത് കേട്ടോ. അപ്പോൾ 41 മുതൽ 50 വരെ പാസേജിൽ പോയി. അടുത്ത് വരുന്നത് ഇങ്ങനെയാണ്: വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് മിസ് സ്പെൽഡ്, ഐഡൻറ്റിഫൈ ദ വേർഡ്. നമുക്ക് തന്നിട്ടുള്ളത് മിസ്സലീനിയസ്, പ്രിക്കേരിയസ്, അപ്രോക്സിമേറ്റ്, പ്രെജുഡൈസ്ഡ്. ഈ 4 വാക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ മിസ് സ്പെൽഡ് ആയിട്ടുള്ള, അഥവാ സ്പെല്ലിങ് തെറ്റായിട്ട് വരുന്ന ഒരു വേർഡ് ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കൊരു ചാൻസ് വന്ന്, അപ്രോക്സിമേറ്റ് എന്ന് പറയുമ്പോൾ എക്സ് കഴിഞ്ഞിട്ട് എന്തോ അവിടെ ഒന്നുണ്ട് അല്ലേ? അപ്രോക്സിമേറ്റിൻ്റെ ഓപ്ഷനാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഇതായിട്ട് തോന്നുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി തന്നെയാണ്. ഞാൻ വേറൊരു കളറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത്. അപ്രോക്സിമേറ്റിൻ്റെ സ്പെല്ലിംഗ് ആണ് മിസ്സ്പെൽഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് വെൽ ബിഗാൻ ഈസ് ഹാഫ് ഡൺ മീൻസ്. നല്ല തുടക്കം പകുതി ചെയ്തു എന്നൊക്കെ പറയാലോ, അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ബിഗനിങ് എ പ്രൊജക്ട് വെൽ മേക്ക് ഇറ്റ് ഈസിയർ ടു ഫിനിഷ് ഇറ്റ് സക്സസ്ഫുള്ളി. ബിഗനിങ് പ്രൊജക്ട്സ് ഏർലി ഇൻ ദ മോർണിംഗ് ഗിവ് ഇറ്റ് പെർഫെക്ഷൻ. ഫിനിഷിംഗ് ഹാഫ് ഓഫ് എനി പ്രൊജക്ട് വിൽ മേക്ക് ഇറ്റ് എഫക്റ്റീവ്. എനി പ്രൊജക്ട് ദാറ്റ് ഈസ് ബിഗൻ ഡിമാൻഡ്സ് എ ട്രയൽ. ഇതിൽ ഏതാണ് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് വരുന്നത്. ബിഗനിങ് എ പ്രൊജക്ട് വെൽ മേക്ക് ഇറ്റ് ഈസിയർ ടു ഫിനിഷ് ഇറ്റ് സക്സസ്ഫുള്ളി. ഒരു പ്രൊജക്റ്റ് നമ്മൾ നന്നായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിനിഷ് ചെയ്യാൻ പറ്റും, വിജയകരമായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചൊല്ല് പോലെയാണത് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ: ക്യാൻ യു ടെൽ മീ ദ എക്സാക്ട് സ്പോട്ട് ഫ്രം വിച്ച് ഡാഷ്? ക്യാൻ യു ടെൽ മീ ദ എക്സാക്ട് സ്പോട്ട് ഫ്രം വിച്ച്? നിങ്ങൾക്ക് ഒരു കറക്റ്റ് പ്ലേസ് പറയാൻ പറ്റുമോ? ഫ്രം വിച്ച്, എവിടെ നിന്നാണ്? അവിടെ വരുന്ന ബാക്കി സെൻറ്റൻസാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. വി ക്യാൻ സോ ദ ടൗൺ യൂസിങ് ദ ടെലസ്കോപ്പ്.
We could saw the town using the telescope. We can see the town using the telescope. We can seize the town using the telescope. അതായത് ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് നമുക്ക് ടൗൺ കാണാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് നമുക്ക് എക്സാക്ട് സ്പോട്ട് പറയാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നതാണ്. അതിന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ്, ഗ്രാമർ ഒന്നും മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് വരിക? ഇതിൽ കറക്റ്റ് വരുന്നത് സി ആണ്. Can you tell me the exact spot from which we can see the town using the telescope? Okay, can you tell me the exact spot from which we can see the town using the telescope? Then അടുത്ത് വരുന്നത് my plans do not interrupt yours. എൻ്റെ പ്ലാന് നിങ്ങളെ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല. Do they, don't they, does they, doesn't they, ഇതിൽ ഏതാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ് വരിക, ഡു ദേ. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ഐ നെവർ തോട്ട് ഹി വാസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. Here the words that are underlined mean a person who cheats, a person with a soft attitude, a person who does everything in a slow pace, then a person who gets angry fast. അതായത് ഐ നെവർ തോട്ട് ഹി വാസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്, പുല്ലിലെ പാമ്പാണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ. അതിൽ എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? എ പേഴ്സൺ ഹൂ ചീറ്റ്സ് എന്നാണോ, എ പേഴ്സൺ വിത്ത് എ സോഫ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്നാണോ, എ പേഴ്സൺ ഹൂ ഡസ് എവറിത്തിങ് ഇൻ എ സ്ലോ പീസ് എന്നാണോ, എ പേഴ്സൺ ഹൂ ഗെറ്റ്സ് ആംഗ്രി ഫാസ്റ്റ് എന്നാണോ? ഏതാ വരിക? ഏതാണ്? നമുക്ക് ആ ചൊല്ല് പറയുമ്പോൾ തന്നെ പറയാൻ പറ്റില്ല. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറയുമ്പോൾ ഒരാളെ ചീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ അങ്ങനെയുള്ള ഒരാളാണെന്ന് നമ്മൾ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് അല്ലേ. സോ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്, എ പേഴ്സൺ ഹൂ ചീറ്റ്സ്. ഓക്കെ, ആറാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ദ മാറ്റർ കൺസേൺ അസ് ആൻഡ് ഈസ് ഗ്രേറ്റ്. The matter is great and concern all of us. The matter is great concern of all of us. The matter is of great concern to all of us. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. The matter is great concern to all of us. Then seventh one. The mishap happened at midnight. The bold word means the misunderstanding happened at midnight. The misjudgment happened at midnight. The miracle occurred at midnight. The tragedy occurred at midnight. ഇതിൽ ഏതാണ് വരുന്നത് എന്നാണ് ചോദ്യം. ഏതാ വരുന്നത്? The tragedy occurred at midnight. Option D. The tragedy occurred at midnight. Then എട്ടാമത്തെ ചോദ്യം it is hard to dash the loss of a child. Put on, put up with, put in, a put off. Put up with എന്നാണ് വരിക കേട്ടോ. അവിടെ ഒരു എച്ച് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു എച്ച് ഉണ്ട്, ടൈപ്പ് ചെയ്തപ്പോൾ വിട്ടുപോയതാണ്. ഓക്കെ, then ഒൻപതാമത്തെ ചോദ്യം our family had to pull through thick and thin. The sentence means our family has a lot of relatives, our family has a lot of wealth, our family survived both in good and bad times, none of the above. ഇതിൽ ഏതാ വരിക? And option C, our family survived both in good and bad times. Then ഈ പാർട്ടിലെ ലാസ്റ്റ് വൺ, മലയാളത്തിലെ ലാസ്റ്റ് അല്ല, ഈ പാർട്ടിലെ ലാസ്റ്റ് വൺ. നമുക്കൊരു 10 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. We wasted dash hour waiting for the rescue team to arrive at the spot. We wasted an എന്നാണോ, all എന്നാണോ, a എന്നാണോ, not എന്നാണോ? We wasted an hour waiting for the rescue team to arrive at the spot. ഓക്കെ, an എന്നാണ് അവിടെ വരുന്നത്. ക്ലിയർ?
ഓക്കെ, സോ ഇതാണ് ഒരു 10 ചോദ്യം വരുന്നത്. അടുത്ത 10 ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കേട്ടിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ട പ്ലേലിസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് ചെയ്യാം. കാറ്റഗറി 3 സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് മാത്രമേ ഉള്ളൂ. Because I'm a maths teacher, that's why I just completed only mathematics. Okay, and all the best.